മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുണ്ടായ കലാപത്തിൽ എല്ലാവരോടും സമാധാനത്തിനായി അഭ്യർത്ഥന നടത്തി നാഗ്പൂർ ആർച്ച് ബിഷപ്പ് ഏലിയാസ് ഗോൺസാൽവസ്. കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നഗരത്തിലെ ചില പ്രദേശങ്ങളിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തി. ഇതുവരെ നിരവധി വീടുകളും വാഹനങ്ങളും ഒരു ക്ലിനിക്കും നശിപ്പിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പോലീസ് ഇടപെട്ട് കൂടുതൽ ഭൗതിക നാശനഷ്ടങ്ങളോ മരണങ്ങളോ ഒഴിവാക്കി. ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. അക്രമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളിൽ താൻ വളരെ ദുഃഖിതനാണെന്നും പറഞ്ഞു. തീവ്ര ഹിന്ദുത്വ സംഘടനകൾ 17-ാം നൂറ്റാണ്ടിലെ മുഗൾ ഭരണാധികാരിയായ ഔറംഗസേബിന്റെ ശവകുടീരം മഹാരാഷ്ട്രയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആഗ്രഹിച്ചുവെന്ന അഭ്യൂഹങ്ങൾ പരന്നതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഇതിനെതിരെ മറുവിഭാഗം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട സംഘർഷമുണ്ടായി. പിന്നീട് ശാന്തത പുനഃസ്ഥാപിച്ചു. സ്ഥിതി ഇപ്പോൾ നിയന്ത്രണത്തിലാണ്. വളരെ കാലത്തിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. രണ്ട് വിഭാഗങ്ങളോടും മാന്യതയും നിയന്ത്രണങ്ങളും പാലിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു, ആർച്ച് ബിഷപ്പ് ഗോൺസാൽവസ് പറഞ്ഞു. നാഗ്പൂരിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഏക മാർഗം നിയമം അനുസരിക്കുന്നതാണെന്ന് ആർച്ച് ബിഷപ്പ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കാരണം സമാധാനമില്ലെങ്കിൽ വികസനമുണ്ടാകില്ല. സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് ആശയവിനിമയ മാർഗങ്ങളിലൂടെയോ കിംവദന്തികളും തെറ്റായ വാർത്തകളും പ്രചരിപ്പിക്കരുതെന്ന ഒരു എളിയ അഭ്യർത്ഥനയും എല്ലാ വിഭാഗം ജനങ്ങളോടുമായി അദ്ദേഹം നടത്തി.